അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തോടുകൂടി ഇന്ന് പാരായണം ആരംഭിക്കുകയാണ്. ഭുവനേശ്വരി നിർണയം എന്ന ഭാഗമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. 10 ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നു. ജനമേജയ ഉവാച ഭഗവൻ ഭവതാ പ്രോക്തം യജ്ഞമംബാഭിധം മഹൽ. സാ കാ കഥം സമുൽപ്പന്ന കുത്ര കസ്മാച്ച കിം ഗുണ. കീദൃശശ്ച മഖസ്തസ്യ സ്വരൂപം കീദൃശം തഥാ. വിധാനം വിധിവദ് ബ്രൂഹി സർവജ്ഞോസി ദയാനിധേ. ബ്രഹ്മാണ്ഡസ്യ തഥോത്പത്തിം വദ വിസ്തരതസ്തഥാ. യഥോക്തം യാദൃശം ബ്രഹ്മന്നഖിലം വേൽസി ഭൂസുരാ. ബ്രഹ്മാ വിഷ്ണുശ്ച രുദ്രശ്ച ത്രയോ ദേവാ മയാ ശ്രുതാ. സൃഷ്ടിപാലന സംഹാരകാരകാ സഗുണാസ്ത്വമി. സ്വതന്ത്രാസ്തേ മഹാത്മാനാ പാരാശര്യവദസ്വ മേ. ആഹോസ്വിൽ പരതന്ത്രാസ്തേ ശ്രോതുമിച്ഛാമി സാമ്പ്രതം. മൃത്യുധർമാശ്ച തേ നോ വാ സച്ചിദാനന്ദരൂപിണ. അധിഭൂതാദിഭിർയുക്ത നവാ ദുഃഖൈസ്ത്രിധാത്മകൈ. കാലസ്യ വശഗാ നോ വാ തേ സുരേന്ദ്രാ മഹാബലാ. കഥം തേ വൈ സമുത്പന്നാ കസ്മാദിതി ച സംശയാ.
ഹർഷശോകയുതാസ്തേ വൈ നിദ്രാലസ്യ സമന്വിതാ സപ്തധാതുമയാസ്തേഷാം ദേഹാ കിം വാന്യഥാ മുനേ കൈർദ്രവ്യൈർനിർമ്മിതാസ്തേ വൈ കൈർഗുണൈരിന്ദ്രിയൈസ്തഥാ ഭോഗശ്ച കീദൃശസ്തേഷാം പ്രമാണമായുഷസ്തഥാ നിവാസസ്ഥാനമപ്യേഷാം വിഭൂതിം ച വദസ്വ മേ ശ്രോതുമിച്ഛാമ്യഹം ബ്രഹ്മൻ വിസ്തരേണ കഥാമിമാം ശ്രോതുമിച്ഛാമ്യഹം ബ്രഹ്മൻ വിസ്തരേണ കഥാമിമാം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 3-ാമത്തെ സ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ 10 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇന്നിതാ ആ 10 ശ്ലോകങ്ങളുടെ ഭാഷാഗാനം ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജനമേജയം പറഞ്ഞു. ഭഗവാനെ പറഞ്ഞല്ലോ അംബയജ്ഞത്തിനെ പറ്റി, ആരാണമ്പ എങ്ങിനെയുണ്ടായി പറയൂ, ആരിൽ നിന്നാണുണ്ടായത്, എവിടെ നിന്നുമുണ്ടായി, എന്തെല്ലാം ഗുണങ്ങളുണ്ട് പറഞ്ഞിടണേ. ഏതു വിധത്തിലീ യജ്ഞം, അതിൻ്റെ സ്വരൂപമെന്ത്, വിധിപൂർവം ചെയ്യേണ്ടും ചടങ്ങുകളെന്ത്, ബ്രഹ്മാണ്ടത്തിനുൽപ്പത്തിയും പറയണമവിടുന്നു, ഏതുവിധം കേട്ടുവെങ്കിൽ ആ വിധത്തിലായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ബ്രഹ്മാ വിഷ്ണു മഹേശ്വരർ ത്രിമൂർത്തികളെന്നറിയാം, സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ കാരണഭൂത. പാരാശര്യ പറയുക, ത്രിമൂർത്തികൾ സ്വതന്ത്രരോ പരതന്ത്രരോ പറയൂ, കേൾക്കാൻ മോഹിപ്പൂ. മൃത്യുധർമ്മമുള്ളവരോ സച്ചിദാനന്ദരൂപമോ, ത്രിവിധമാം ദുഃഖജാലം അവർക്കുമുണ്ടോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം.
ബലശാലികളാമവർ കാലത്തിനു വിധേയരോ എങ്ങിനെയുണ്ടായിയവർ എവിടെ നിന്നും അവർക്കു ഹർഷശോകാദി ഉണ്ടോ നിദ്രാലസ്യമുണ്ടോ സപ്തധാതു വിനിർമ്മിതമാണോ ശരീരം അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം അവരുടെ സൃഷ്ടിദ്രവ്യം എന്താണെന്നും പറയണേ ഏതെല്ലാം ഗുണങ്ങളാലും ഇന്ദ്രിയത്താലും ഏതെല്ലാം ഇന്ദ്രിയഭോഗം അവർക്കുണ്ട് അതുപോലെ എത്രത്തോളമായുസ്സുണ്ട് പറഞ്ഞിടണേ അവരുടെ വാസസ്ഥാനം വിഭൂതികളെന്നിവയും അടിയനോടു പറയൂ ആഗ്രഹിപ്പു ഞാൻ അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം അമ്മേ ദേവി നാരായണ അമ്മേ ലക്ഷ്മി നാരായണ അമ്മേ ഭദ്രേ നാരായണ അമ്മേ ശരണം ദേവി ശരണം ലക്ഷ്മി ശരണം ഭദ്രേ ശരണം വാണി ശരണം കാളി ശരണം ഭദ്രകാളി ശരണം ശ്രീ മഹാദേവ്യൈ നമഃ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം ദേവി വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ, ഈ ജ്ഞാനയജ്ഞം മൂന്നാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ആദ്യത്തെ അധ്യായത്തിൽ 10 ശ്ലോകങ്ങളാണ്. ഈ 10 ശ്ലോകങ്ങൾ ജനമേജയൻ്റെ വാക്കുകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഭുവനേശ്വരി നിർണയം എന്നാണ് ഈ അധ്യായത്തിന് പേര് നൽകിയിട്ടുള്ളത്. ജനമേജയൻ്റെ അടുത്ത് നേരത്തെ വേദവ്യാസൻ പറഞ്ഞു അംബായജ്ഞം നടത്തുക, ദേവീമഖം നടത്തൂ എന്ന് പറഞ്ഞു. അതിനുള്ള മറുപടിയായിട്ട്, അല്ലെങ്കിൽ അത് കേട്ടപ്പോൾ ഉണ്ടായൊരു സംശയം പങ്കുവയ്ക്കുകയാണ് തുടർന്ന് 10 ശ്ലോകങ്ങളിലൂടെ ജനമേജയൻ. ഭഗവൻ ഭവതാ പ്രോക്തം യജ്ഞം അംബാഭിധം മഹൽ. അല്ലയോ ഹേ ഭഗവൻ, അങ്ങ് മഹത്വമേറിയ അംബാമഖം അല്ലെങ്കിൽ അംബായജ്ഞം അതിനെക്കുറിച്ച് അങ്ങ് പറഞ്ഞു. സാ കാ കഥം, അത് ആരാണ് ആ അംബ? സാ കാ
കഥം സമുൽപ്പന്ന, എങ്ങനെയാണ് ഉണ്ടായത്? കുത്ര, എവിടെയാണ്, ആരിൽ നിന്നുണ്ടായി, എവിടെ നിന്നുണ്ടായി, എന്തൊക്കെയാണ് ഈ അമ്പയുടെ ഗുണങ്ങൾ? സാ കാ കഥം സമുൽപ്പന്ന കുത്ര കസ്മാച്ച കിം ഗുണ കീദൃശ്ച മഖസ്തസ്യാഹ സ്വരൂപം കീദൃശം തഥാ വിധാനം വിധിവത് ബ്രൂഹി സർവജ്ഞോസി ദയാനിധേ. ഹേ ദയാനിധേ, അങ്ങ് എല്ലാം അറിയുന്ന ആളാണല്ലോ. ഏതു വിധത്തിലുള്ളതാണ് ഈ യജ്ഞം? എന്തൊക്കെയാണ് അതിൻ്റെ സ്വരൂപം? സ്വരൂപം കീദൃശം തഥാ വിധാനം വിധിവത് ബ്രൂഹി, അതിൻ്റെ വിധാനങ്ങൾ, വിധിപൂർവം എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു തരൂ. അങ്ങക്ക് അതെല്ലാം അറിയാലോ. ബ്രഹ്മാണ്ടസ്യ തഥോൽപത്തി, അതേപോലെ ബ്രഹ്മാണ്ടത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വദ വിസ്തരതസ്തഥ, അതേപോലെ തന്നെ വിസ്തരിച്ചു പറയണം. അല്ലയോ മഹർഷേ, അങ്ങ് കേട്ടിരിക്കുന്നത് ഏത് രൂപത്തിലാണോ? യഥോക്തം യാദൃശം ബ്രഹ്മൻ അഖിലം വേൽസി ഭൂസുര, അങ്ങ് എങ്ങനെയാണോ അറിഞ്ഞിട്ടുള്ളത് അതേപോലെ പറയൂ. അങ്ങ് സർവജ്ഞനാണല്ലോ. ബ്രഹ്മാ വിഷ്ണുശ്ച രുദ്രശ്ച ത്രയോദേവാ മയാശ്രുത, ബ്രഹ്മാവ്, അതേപോലെ വിഷ്ണു, മഹാദേവൻ, ഈ 3 ദേവന്മാരുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടി? സൃഷ്ടി പാലന സംഹാര കാരക സഗുണാസ്ത്വമീ, സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്ന സഗുണമൂർത്തികളായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സ്വതന്ത്രാസ്തേ മഹാത്മാന പാരാശര്യ വദസ്വമേ ആഹോസ്വിൽ പരതന്ത്രാസ്തേ ശ്രോതുമിച്ഛാമി സാമ്പ്രതം. ഹേ പാരാശര്യ, പരാശരന്റെ പുത്ര വേദവ്യാസ, മഹാത്മനഃ, ആ മഹാത്മാക്കളായിട്ടുള്ള 3 പേർ, ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, സൃഷ്ടി, പാലനം, സംഹാരം, ആ മൂർത്തികൾ 3 പേരും സത്യത്തിൽ സ്വതന്ത്രാസ്തേ, അവര് സ്വതന്ത്രരാണോ അതോ അവര് പരതന്ത്രരാണോ? ആഹോസ്വിൽ പരതന്ത്രാസ്തേ ശ്രോതുമിച്ഛാമി, അത് കേൾക്കാൻ താല്പര്യമുണ്ട്. അമ്പായജ്ഞത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. അതേപോലെ തന്നെ ബ്രഹ്മാണ്ടോൽപ്പത്തിയെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. മൃത്യുധർമാശ്ച തേ നോവാ സച്ചിദാനന്ദരൂപിണ, അവര് മൃത്യുധർമ്മങ്ങളുള്ളവരാണോ, ജനന മരണങ്ങളുള്ളവരാണോ, അതോ അവർ സച്ചിദാനന്ദ സ്വരൂപങ്ങളാണോ? അധിഭൂതാദിഭിർയുക്ത നവാ ദുഃഖൈസ്ത്രിധാത്മകൈ, അവർക്ക് 3 തരത്തിലുള്ള താപത്രയങ്ങളെ കുറിച്ച് പറയാറുണ്ടല്ലോ. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. അപ്പോ ആ 3 തരത്തിലുള്ള ത്രിവിധ ദുഃഖങ്ങൾ അവർക്കുണ്ടോ? കാലസ്യ വശകാനോവാ തേ സുരേന്ദ്ര മഹാബല, മഹാബലവാന്മാരായിരിക്കുന്ന ദേവശ്രേഷ്ഠന്മാരായിരിക്കുന്ന അവര് കാലത്തിന് വിധേയരാണോ? കഥം ദേവൈ സമുൽപ്പന്ന, അവരെങ്ങനെയാണ് ഉണ്ടായത്? കസ്മാദിതി, ആരിൽ നിന്നുണ്ടായി എന്നുള്ളതും എൻ്റെ സംശയമാണ്. ഹർഷശോക യുതാസ്തേ വൈ നിദ്രാലസ്യ സമന്വിത സപ്തധാതുമയാസ്തേഷാം ദേഹാ കിം വാന്യഥാ മുനേ. മഹർഷേ, അവർക്ക് ഹർഷശോകം, സന്തോഷം, സന്താപം ഇവയുണ്ടോ? അതേപോലെ നിദ്ര, ആലസ്യം, മടി ഒക്കെ ഉണ്ടോ? അവരുടെ ശരീരം സപ്തധാതുക്കളെ കൊണ്ട് നിർമ്മിച്ചതാണോ അതോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും രീതിയിൽ നിർമ്മിച്ചതാണോ? സപ്തധാതുമയാസ്തേഷാം ദേഹ, അവരുടെ ദേഹം സപ്തധാതുക്കളെ കൊണ്ടുണ്ടാക്കിയതാണോ അതോ അവർക്ക് വേറെ ഏതെങ്കിലും തരത്തിലാണോ അവര് ഉണ്ടായത്? സംശയമുണ്ട്. കൈർദ്രവ്യേർ നിർമ്മിതാസ്തേ വൈ കൈർഗുണൈരിന്ദ്രിയൈസ്തഥാ ഭോഗശ്ച കീദൃശസ്തേഷാം പ്രമാണമായുഷസ്തഥാ. എന്തെല്ലാം ദ്രവ്യങ്ങളെ കൊണ്ടാണ് അവരെ സൃഷ്ടിച്ചത്, അതേപോലെ എന്തെല്ലാം ഗുണങ്ങളും ഇന്ദ്രിയങ്ങളും കൊണ്ടാണ്, ഏതെല്ലാം ഇന്ദ്രിയ ഭോഗങ്ങൾ അവർക്കുണ്ട്. പ്രമാണം ആയുഷസ്തഥ, അവർക്ക്
പ്രമാണം, എത്രയാണ് അവരുടെ ആയുസ്സിൻ്റെ അളവ്, അവർക്ക് എത്ര കാലം ആയുസ്സുണ്ട്, ഇതൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. എൻ്റെ ഉള്ളിൽ വലിയ സംശയമുണ്ട്. നിവാസസ്ഥാനമപ്യേഷാം വിഭൂതിം ച വദസ്വമേ ശ്രോതുമിച്ഛാമ്യഹം ബ്രഹ്മൻ വിസ്തരേണ കഥാമിമാം. നിവാസസ്ഥാനമപ്യേഷാം, ഇവരൊക്കെ എവിടെയാണ് താമസിക്കുന്നത്, ഇവരുടെ നിവാസസ്ഥാനം ഏതാണ്? അതേപോലെ വിഭൂതിം ച വദസ്വമേ, ഇവരുടെ വിഭൂതികളെക്കുറിച്ച് അതും എനിക്കറിയാൻ താല്പര്യമുണ്ട്, അതും എന്നോട് പറയൂ. ഹേ ബ്രഹ്മജ്ഞ, എല്ലാം അറിയുന്ന അവിടുന്ന്, ആ കഥ ശ്രോതുമിച്ഛാമ്യഹം ബ്രഹ്മൻ, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. വിസ്തരേണ കഥാമിമാം, ഇമം കഥാം വിസ്തരേണ, വിസ്തരിച്ചും കൊണ്ട് ഈ കഥകളെ എനിക്ക് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ആ ഭാഗത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നത്. നാളെ നമുക്ക് 11 മുതൽ 21 കൂടിയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥമാണ് അനുസ്മരിക്കേണ്ടത്. വേദവ്യാസൻ ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായി പരീക്ഷിത്ത നിരവധി ചോദ്യങ്ങൾ ശ്രീ ശിവബ്രഹ്മർഷിയുടെ അടുത്ത് ചോദിച്ചതുപോലെ ജനമേജയൻ നിരവധി ചോദ്യങ്ങൾ ഇവിടെ വേദവ്യാസൻ്റെ അടുത്ത്, ശ്രീശുകൻ്റെ താതനായ ആ വേദവ്യാസൻ്റെ അടുത്ത് ചോദിക്കണു. അപ്പോൾ അതിനുള്ള മറുപടി നമുക്കിതാ നാളെ കേൾക്കാൻ സാധിക്കും. ഇന്ന് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ഈ അക്ഷരപ്പൂക്കളെ, ഈ അക്ഷരമലരുകളെ, ഈ അക്ഷര നൈവേദ്യത്തെ സാദരം സമർപ്പിക്കുന്നു. അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.